നമ്മുടെ കഴിവിൻ്റെ പരിധി വരെ മാത്രമാണ് നമ്മുടെ ബിസിനസ് വളരുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആസ് എ ലീഡർ നിങ്ങളൊരു ഇൻഎഫിഷ്യൻറ്റ് ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ പാളും, നിങ്ങളുടെ ഹയറിംഗ് പാളും, നിങ്ങളുടെ സ്ട്രാറ്റജിക് തിങ്കിങ് പാളും, എല്ലാം പാളും. നമ്മുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നല്ല കഴിവുള്ള ഒരാളെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ടെക്നിക്കലി ഭയങ്കര നോളജ് വേണമെന്നൊന്നും ഒരു ബിസിനസ്സുകാരനും ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ബിസിനസ് ലീഡ് ചെയ്യാൻ നല്ല വിഷനറി ആയിട്ടുള്ള, നല്ല കമാൻഡിങ് പവറുള്ള, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡർ ആവണം. അതിന് നമുക്ക് ആവശ്യമായ കഴിവുകൾ എന്തൊക്കെയാണോ അത് നമ്മൾ നേടിയെടുക്കണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ കൺസൾട്ടിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഒരുപാട് സംഗതികളൊന്നും ഒരു ലീഡർ ആവാൻ ചെയ്യേണ്ടതില്ല. മറിച്ച് ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലക്ഷ്യബോധവും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായാൽ മതി. ബിസിനസ്സിൻ്റെ വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ചലഞ്ചസുകളും നമുക്ക് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് മാറ്റങ്ങൾക്കനുസരിച്ച് ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ആ തീരുമാനങ്ങൾക്കൊപ്പം അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ്, ആ തീരുമാനങ്ങൾക്കൊപ്പം അതേ വേഗതയിൽ തൻ്റെ ടീമിനെ നിലനിർത്താനുള്ള കഴിവ്, ഇതെല്ലാം ഒരു ബിസിനസ്സുകാരന് ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല തുടക്കത്തിൽ. ബട്ട് ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, നിങ്ങളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓൺട്രപ്രണറാണ്, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ലീഡർ ആണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുക എന്ന് പറയുന്ന തപസ്യ നിങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ സമയം ചിന്തയായിട്ടുണ്ടെങ്കിൽ, അത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യബോധമെങ്കിൽ, ഒരു സംശയം വേണ്ട, നിങ്ങൾ വളരുക തന്നെ ചെയ്യും.